Once again, welcome back to my video blog. My name is Ibad Rahman. നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി ലെറ്റർ കിട്ടുന്നു. പക്ഷേ നമുക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതുണ്ട്, എന്നാൽ ആ സമയമാകുമ്പോൾ നമ്മൾ മറന്നു പോകുന്നു. എങ്ങനെ നമ്മൾ പങ്കെടുക്കേണ്ട പ്രോഗ്രാമുകളെ റിമൈൻഡർ സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതുണ്ട്, എന്നാൽ അത് മറന്നു പോകാതിരിക്കാൻ നമ്മൾ നോർമലി ഗൂഗിളിൽ ഇവന്റ് ക്രിയേറ്റ് ചെയ്യാണ് പതിവ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ കലണ്ടർ ഓപ്പൺ ചെയ്യുക, ദെൻ താഴെ വന്നു കഴിഞ്ഞാൽ പ്ലസ് ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ഇവന്റ് ക്ലിക്ക് ചെയ്യാം. ഇവന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന്റെ ഡേറ്റ്, ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം, ലൊക്കേഷൻ, ദെൻ അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നടക്കുന്നതിന് 30 മിനിറ്റോ 10 മിനിറ്റോ മുമ്പ് നമുക്ക് റിമൈൻഡർ വരും, ഇന്ന പ്രോഗ്രാം നടക്കുന്നു, നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ് എന്ന്. പക്ഷെ നമ്മുടെ സബ്ജക്ട് ഇതല്ല. ഈ ലെറ്റർ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമാണ് നമുക്കത് റിമൈൻഡർ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ ഒരു QR കോഡിന്റെ സഹായം, ഈ ലെറ്ററിൽ ഒരു QR കോഡ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി, നമുക്ക് ആ ഇവന്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗൂഗിൾ കലണ്ടറിലേക്ക് ആഡ് ഓൺ ചെയ്യും. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു സിമ്പിൾ മെത്തേഡ് ആണ്, എന്നാൽ തന്നെ വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇത്. QR കോഡ് ജനറേറ്റ് ചെയ്യാൻ നമുക്കൊരു വെബ്സൈറ്റിന്റെ സഹായം ആവശ്യമാണ്. QR കോഡ് എങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണാനായി എന്റെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതാണ്. QRICKit.com എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിനു ശേഷം താഴെ വന്നു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് QR കോഡ് ആണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഇവന്റിനെ എങ്ങനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായി ആ ഒരു ഏരിയ നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ സെലക്ട് ചെയ്തതിനു ശേഷം ആ ഡീറ്റെയിൽസ്, നമ്മുടെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എന്താണോ അത് ഇതിലേക്ക് എൻട്രി ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നിങ്ങളീ കാണുന്നത്. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം QR കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ കൊടുത്ത ഇൻപുട്ടിനനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വന്നിരിക്കുന്നത്. ഈ ഒരു ഡീറ്റെയിൽസ് എന്റെ ഈ പ്രിന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജസ്റ്റ് എന്റെ മൊബൈൽ വഴി ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഗൂഗിൾ കലണ്ടറിൽ ഈ ഇവന്റ് ആയിട്ട് സേവ് ആവുന്നതാണ്. നിങ്ങൾ നോക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടൈപ്പ് ചെയ്യണ്ട, ദെൻ ജസ്റ്റ് ലെറ്റർ കിട്ടുമ്പോൾ തന്നെ ജസ്റ്റ് സ്കാൻ ചെയ്യുക, ഓട്ടോമാറ്റിക്കലി എന്റെ ഗൂഗിൾ കലണ്ടറിൽ ആഡ് ഓൺ ചെയ്യപ്പെടും. എങ്ങനെയാണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ QR കോഡ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ പ്രിന്റിൽ അറ്റാച്ച് ചെയ്തിരിക്കണം. ഈ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, QR ആൻഡ് ബാർകോഡർ എന്ന് പറഞ്ഞ ചെറിയൊരു ആപ്ലിക്കേഷൻ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യാണ്. അതിനുശേഷം ആഡ് ഇവന്റ് എന്ന ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. നോക്കുക, എന്റെ ഗൂഗിൾ കലണ്ടറിലേക്ക് അത് ആഡ് ഓൺ ചെയ്യപ്പെട്ടു. ഈ ഇവന്റ് മൊത്തം എന്റെ ഗൂഗിൾ കലണ്ടറിൽ ആഡ് ഓൺ ചെയ്തെന്നർത്ഥം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ സിമ്പിൾ ആണ്. ഈ QR കോഡ് ഈ പ്രിന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി, എനിക്ക് ആഡ് ഓൺ ചെയ്യപ്പെടാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് എനിക്ക് ഇൻവിറ്റേഷൻ വരും, ഇന്ന പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് നമ്മളെ റിമൈൻഡർ ആയിട്ട് ഗൂഗിൾ കലണ്ടർ നമ്മളെ ഇൻഫർമേഷൻ തരുന്നതാണെന്ന് അർത്ഥം. വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിന് നോർമലി 2000-3000 പ്രിന്റ് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും ഒരു നോട്ടീസ്, എന്തെങ്കിലും ഇൻഫർമേഷൻ ആഡ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ QR കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മൊബൈലിൽ സ്കാൻ ചെയ്യുക, ദെൻ ഗൂഗിൾ കലണ്ടറിലേക്ക് ആഡ് ഓൺ ചെയ്യപ്പെടും. ഇങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് രീതിയിൽ നമ്മൾ ഉപയോഗിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ലാഭമാണ്. അത് മാത്രമല്ല, ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വരെ കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്തായാലും ഇന്ന് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് കൂടെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. റിസൾട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ടെക്നോളജി നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഹെൽപ്ഫുൾ ആകുന്നു, ടെക്നോളജി കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന തരത്തിലുള്ള വീഡിയോകളാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ എന്നെ സഹായിക്കുക. പുതിയ ഐഡിയകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.